ഇനി എന്താ ചെയ്യാ? പിന്നെ ഞാൻ കിടന്ന് ആലോചിച്ചു, ഫൈറ്റ് ചെയ്യാൻ തന്നെ. ഞാൻ മമ്മൂട്ടിയെ വിളിച്ചു പറഞ്ഞു, ഫൈറ്റ് ചെയ്യണടാ, ഫൈറ്റ് ചെയ്യണം, നമ്മളൊക്കെ അവിടെ 200 കൊല്ലം ജീവിക്കാൻ വന്നായിരുന്നു, നീ ഫൈറ്റ് ചെയ്യടാന്ന്. അങ്ങനെ ഒരു ഉപദേശം കിട്ടി. അപ്പൊ ഞാനും വിചാരിച്ചു നമ്മൾ തളർന്നാ പോയി. അപ്പോ ഞാൻ അവിടുത്തെ നേഴ്സുമാരും എല്ലാം പറയും, ഈ സുഹൃത്തുക്കളെ, ഇത് മണിയമ്പിള്ള രാജ്, മമ്മൂക്കയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. പലപ്പോഴും മണിയമ്പിള്ള രാജ് പറയാറുള്ളത്, മമ്മൂട്ടിയുടെ റൂമിലേക്ക് മുട്ടാതെ, ആ ഡോറ് മുട്ടാതെ അത് തുറന്ന് കയറി ചെല്ലാൻ അധികാരമുള്ള ആളുകളിൽ ഒരാളാണ്. ഒന്ന് കുഞ്ചനാണ്, ഒന്ന് മണിയമ്പിള്ള രാജുവാണ്. അങ്ങനെ വളരെ സ്വതന്ത്രമായിട്ട് മമ്മൂക്കയുടെ അടുത്ത് ഇടപഴകാൻ കഴിയുന്ന ഒരാളാണ്. നമുക്കറിയാം, മണിയമ്പിള്ള രാജു മമ്മൂക്കയെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗമുള്ളത് അത് കൊച്ചിൻ ഹനീഫ മരണപ്പെട്ട സമയത്താണ്. അത്രയ്ക്കധികം സ്നേഹബന്ധം ഇവരൊക്കെ തമ്മിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന മറ്റൊരു വിഷയം, മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ക്യാൻസർ ഉണ്ട് എന്നുള്ളതാണ്. അതും വൻകൂടലാണ് ക്യാൻസർ ഉള്ളത്. അത് ക്യൂറബിൾ ആണ്, മാറും. അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ മുമ്പിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഡയറ്റിങ്ങിലാണ്, നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഇങ്ങനെയൊക്കെ മമ്മൂക്ക തിരികെ വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മണിയമ്പിള്ള രാജുവിന് ക്യാൻസർ പിടിയുണ്ടായി. അത് ഏതോ സിനിമ അഭിനയിച്ച് പോകുമ്പോൾ ചെവിക്ക് വേദന വന്നപ്പോൾ പരിശോധിച്ചപ്പോഴാണ് ഇത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. ഈ ഒരു സംഗതി തിരിച്ചറിഞ്ഞ ആ നിമിഷത്തില് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ മണിയമ്പിള്ള രാജു ആദ്യം വിളിച്ചത് പ്രിയ സുഹൃത്തിനെ തന്നെയാണ്. അത് മമ്മൂക്കയാണ്. മമ്മൂക്ക പറഞ്ഞ വാക്കുകൾ ഇതാ ഇങ്ങനെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി എന്താ ചെയ്യാ? പിന്നെ ഞാൻ കിടന്ന് ആലോചിച്ചു, ഫൈറ്റ് ചെയ്യാൻ തന്നെ. ഞാൻ മമ്മൂട്ടിയെ വിളിച്ചു പറഞ്ഞു, ഫൈറ്റ് ചെയ്യണടാ, ഫൈറ്റ് ചെയ്യണം, നമ്മളൊക്കെ അവിടെ 200 കൊല്ലം ജീവിക്കാൻ വന്നായിരുന്നു, നീ ഫൈറ്റ് ചെയ്യടാന്ന്. അങ്ങനെ ഒരു ഉപദേശം കിട്ടി. അപ്പൊ ഞാനും വിചാരിച്ചു നമ്മൾ തളർന്നാ പോയി. അപ്പോ ഞാൻ അവിടുത്തെ നേഴ്സുമാർ കണ്ടല്ലേ, മമ്മൂക്ക പറഞ്ഞ വാക്കുകൾ. എടാ, നമ്മളൊന്നും ഇവിടെ 200 കൊല്ലം ജീവിക്കാൻ വന്നവരല്ല. ഒരു 100ന്റെ ഇടയ്ക്ക് നമ്മളൊരു ജീവിതം ഉണ്ടായിരിക്കും. അതിനിടയ്ക്ക് ഇങ്ങനത്തെ വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ വീണ്ടും ജീവിതം ഒരല്പമെങ്കിലും മുന്നോട്ട് നീക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നാണ്. ഫൈറ്റ് ചെയ്യണമെടാ എന്ന് പറയുന്നത്. എനിക്കിത് തോന്നുന്നത് ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് ഇങ്ങനത്തെ ഒരു ക്യാൻസർ ഉണ്ടെന്ന് മമ്മൂക്ക തിരിച്ചറിയുന്നതിന് മുമ്പാണ് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ അസുഖം വരുന്നത്, മണിയമ്പിള്ള രാജുവിന്. അപ്പോൾ അന്ന് മണിയമ്പിള്ള രാജുവിന് കൊടുത്തൊരു ഉപദേശമായിരുന്നു, എടാ നീ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരുപക്ഷെ മമ്മൂക്ക ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അതേപോലെയുള്ള, എന്നാൽ അതിനേക്കാൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാൻസറസ് തൻ്റെ ശരീരത്തിലും ആ നിമിഷത്തിൽ ഉണ്ടെന്ന് ഒരു പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടേ ഉണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഈ അടുത്ത സമയത്ത് ഇദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ട്, അതും 10-24-36 കീമൊക്കെ കഴിഞ്ഞ് ശരീരത്തിൽ 16 കിലോളം കുറഞ്ഞ് നമ്മൾ അതുവരെ കണ്ട ഒരു മണിയമ്പിള്ള രാജുവിനല്ല പിന്നെ കാണുന്നേ, മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ. പക്ഷെ ആ ശരീരമൊക്കെ ഒരു ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് മെലിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ആദ്യം പറഞ്ഞ് വീണ്ടും ആ പഴയ തടിയിലേക്ക് ഞാൻ എത്തുമെന്നൊക്കെ മണിയമ്പിള്ള രാജു വളരെയധികം പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മമ്മൂക്കയ്ക്ക് ഇത് വന്ന സമയത്ത് ഒരുപക്ഷെ മമ്മൂക്ക കൊടുത്ത ഈ ഉപദേശമൊക്കെ ഒരു തരത്തിലെങ്കിലും മമ്മൂക്ക ആലോചിച്ചിരിക്കും. കാരണം മണിയമ്പിള്ള രാജു അതാ ഒരു കുഴപ്പമില്ലാതെ കീമോടെ ചികിത്സയും കഴിഞ്ഞ് അത് ശക്തനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അവന് കഴിയുമെങ്കിൽ പിന്നെ തനിക്കാണതൊന്നും കഴിയാത്ത എന്ന തോന്നലായിരിക്കും മിക്കവാറും മമ്മൂട്ടി. കാരണം മമ്മൂട്ടിക്ക് എന്തായാലും കീമോയുടെ മറ്റൊന്നും ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അത്തരം പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് വളരെ ഈസി ആയിട്ട് ക്യൂറബിൾ ആയിട്ടുള്ള സംഗതിയാണ്. ഒരു കുഞ്ഞു കുഞ്ഞു സർജറികൾ മാത്രമാണ് ഇതിനാവശ്യമുള്ളതൊക്കെ കേട്ട് കേൾവി. ചില ആളുകളൊക്കെ ഈ ഒരു വർഷം ഇനി ഒരു സിനിമയിലും അദ്ദേഹം അഭിനയിക്കില്ല, പരിപൂർണമായിട്ട് വിശ്രമ ജീവിതത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ചിത്രങ്ങളൊക്കെ അദ്ദേഹം ട്രെഡ്മില്ലിലൊക്കെ ഓട്ടവും നടത്തമൊക്കെ ചെയ്യുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഏകദേശം ഓക്കെയാണ്. അങ്ങനെയൊക്കെ നടത്തും ഓട്ടമൊക്കെ ചെയ്യുന്നെങ്കിൽ അദ്ദേഹം പരിപൂർണമായിട്ട് ഓക്കെയാണെന്ന് വിചാരിക്കണം. അങ്ങനെയുള്ളൊരു രീതിയൊക്കെയാണ് ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു പക്ഷേ മമ്മൂക്കയും ഇതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ വളരെ ഈസി ആയിട്ട് ക്യൂറബിളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് തനിക്ക് വന്ന അസുഖത്തെ ആ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചിന്തിച്ചു, മമ്മൂക്കി ആരൊക്കെ വിളിച്ചു, എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയാൻ സാധിക്കും. ഇപ്പോഴത്തെ മോഹൻലാലിന്റെ പിറന്നാളാണെന്ന് മമ്മൂട്ടി വളരെ ഗംഭീരമായിട്ട് മോഹൻലാലും മമ്മൂട്ടി ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന് അതിഗംഭീരമായിട്ടുള്ള പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഒരുപക്ഷെ ഈ ഒരു നിമിഷത്തിൽ ആലോചിക്കുക, ഇച്ചാക്കിക്ക് വളരെ പെട്ടെന്ന് അസുഖം മാറിയിട്ട് വീണ്ടും ഈ സിനിമാ രംഗത്തേക്ക് വരണം എന്നാണ്. ഇപ്പോൾ മോഹൻലാലിന്റെ ഒരു ഗംഭീര സിനിമ അതിഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക, തുടരും. ഒരുപക്ഷെ ആ ഒരു സിനിമയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ടായിരിക്കുക, ഏറെ സന്തോഷിക്കുന്നുണ്ടായിരിക്കുക അത് മമ്മൂട്ടിയായിരിക്കും. കാരണം തനിക്കൊരു ഒറ്റ എതിരാളിയാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളികളാണ്. പക്ഷേ അത് സിനിമ അഭിനയത്തിൽ മാത്രമേ ഉള്ളൂ, പേഴ്സണൽ ലൈഫിലില്ല. ഇവിടുത്തെ കുറെ ആരാധക പൊട്ടന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നില്ല.
കാരണം അവന്റെ സിനിമ വിജയിക്കണം. മോഹൻലാലിന്റെ ഒരു സിനിമ വിജയിക്കണമെന്ന് പരിപൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരാൾ തന്നെ ആയിരിക്കണം നമ്മുടെ മമ്മൂട്ടി. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രൊമോഷനും മമ്മൂട്ടി ഓൺലൈനിലായിട്ട് പങ്കെടുക്കുകയും മറ്റൊക്കെ ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും ഇതേപോലെ അതിഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇതാ ഈ ഒരു പിറന്നാൾ ദിനത്തിൽ, മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വരുത്തുന്നതാണ്. എനിക്ക് കിട്ടിയൊരു വിവരം ഈ കഴിഞ്ഞ 10-ാം തീയതി അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നാണ്. പക്ഷേ എന്തോ അദ്ദേഹം എത്തിയില്ല. ഇനി എനിക്ക് അത്തരത്തിലുള്ള കൺഫർമേഷൻ ഒന്നും നടത്താൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞു കൊള്ളട്ടെ. ബൈ.